الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله ലികുല്ലി അജലിൻ കിതാബ്. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു മുത്തഖികളായി ജീവിക്കുവാനും മരിക്കുവാനും എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായം അർ-റഅദ്, അതിലെ 38-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ആ ചെറുവചനം ഉൾക്കൊള്ളുന്നത്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരെ തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, ആ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഇണകളെയും സന്താനങ്ങളെയും നാം നൽകുകയും ചെയ്തിട്ടുണ്ട്. വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഒരു പ്രവാചകനും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ കഴിയില്ല. ലികുല്ലി അജലിൻ കിതാബ്, ഓരോ കാലാവധിക്കും വ്യക്തമായ ഒരു രേഖ, ഒരു പ്രമാണം ഉണ്ട്. ഇതാണ് ഈ വചനത്തിന്റെ സാരം. 2 കാര്യങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചത്, ഒന്ന് പ്രവാചകന്മാരുടെ നിയോഗം. ആ പ്രവാചകന്മാർ ജീവിച്ചിരുന്നത് വിവാഹം കഴിച്ച് മക്കളും സന്തതികളുമൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത് എന്നതാണ് ആദ്യത്തെ ഭാഗം.
രണ്ടാമത്തത്, ഏത് പ്രവാചകനായിരുന്നാലും ശരി, ആ പ്രവാചകൻ അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകനാണ് എന്ന് കാലാകാലങ്ങളിൽ അവരുടെ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ അഥവാ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ഞാൻ ഇതിൽ നിന്ന് ആദ്യത്തെ ഭാഗം മാത്രമാണ് ഒരൽപ്പം വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. അത് പ്രവാചകന്മാർ വിവാഹം കഴിച്ച് ഇണകളോടൊപ്പം ഭാര്യമാരോടൊപ്പം ജീവിച്ച് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു പ്രവാചകന്മാർക്കുണ്ടായിരുന്നത് എന്നാണ് ആദ്യത്തെ ഭാഗം സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ട്. ആ സൃഷ്ടിപ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഏതൊരു ജീവിയാണോ, അല്ലെങ്കിൽ സസ്യലതാദികളാണോ, ശിലകളാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും ശരി, അതിലൂടെ വംശവർധന ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് എല്ലാറ്റിനെയും അല്ലാഹു ഇണകളായി സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. സൂറത്ത് യാസീനിലെ വചനം നമുക്കൊക്കെ പരിചിതമാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇനി അതിലൊന്നും പറയാനില്ല. എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു പരിശുദ്ധൻ. എന്തിനെയൊക്കെയാണ്? മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമി ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്നവയിൽ എന്തൊക്കെയാണോ ഭൂമിയിൽ മുളച്ചു വരുന്നത് അതൊക്കെ ഇണകളാണ്. സസ്യലതാദികൾ എന്നർത്ഥം, പ്രധാനമായി വൃക്ഷങ്ങൾ എന്ന് സാരം. അതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. വമിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ്, മനുഷ്യരെ കുറിച്ചാണ്. അവരിൽ നിന്നും വമിമ്മാ ലാ യഅലമൂൻ, ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പലതും ഉണ്ടാകാം, കണ്ടുപിടിക്കാത്തതും ഉണ്ടാകാം, നമുക്കറിയാത്തതുണ്ടാകാം. അവയെയും ഇണകളായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം ഏതൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. ആ അള്ളാഹു എത്രയോ പരിശുദ്ധൻ എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ വ്യക്തമാക്കി തരുന്നു. അത് അള്ളാഹുവിന്റെ ഒരു പ്രകൃതി നിയമമാണ്. എന്ത്? ജീവജാലങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, സസ്യലതാദികളാകട്ടെ, ഏതാകട്ടെ, അതിവിടെ ഇണകളായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമമാണ്. അതിനാണ് നമ്മൾ സാധാരണ ഫിത്രത്തുള്ള എന്ന് പറയുക. അള്ളാഹുവിന്റെ പ്രകൃതി നിയമം, അല്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമമാണത്. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ഒരു മാറ്റം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ മാറ്റം ഉണ്ടാക്കാനുള്ള വൃഥാശ്രമം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ്, നൂറുകണക്കിന് സ്ഥലങ്ങളിൽ അസ്വാജ്, സൗജ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ പറയുന്ന ഭാഗങ്ങളിൽ ഈ ഒരു വാക്ക് ധാരാളമായി കാണാം. അസ്വാജ് എന്ന ബഹുവചനവും സൗജ് എന്ന ഏകവചനവും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. നൂറുകണക്കിനുണ്ട്. നമ്മൾ എണ്ണി നോക്കിയാൽ അത് കാണാൻ കഴിയും. അത് വെറുതെ ആകില്ലല്ലോ. അപ്പൊ ആ നിലയിൽ എല്ലാറ്റിനെയും അല്ലാഹു ഇണകളായി സൃഷ്ടിച്ചു. മനുഷ്യനെയും വമിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയും എന്ന് പറഞ്ഞു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പല സ്ഥലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു നിങ്ങൾക്കുണ്ടാക്കി തന്നു. വമിൻ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, ആ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പൗത്രന്മാരെയും പേരക്കിടാങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരികയും ചെയ്തു. വറസഖക്കും മിനത് തയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായത് നിങ്ങൾക്ക് ആഹാരമായി നൽകുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, എന്നിട്ടും ഈ അസത്യങ്ങളിലാണോ വിശ്വസിക്കുക? അതുപോലെ തന്നെ വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഇതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ അവർ നിഷേധിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നത് 16-ാം അധ്യായം അൻ-നഹ്ലിലെ 72-ാമത്തെ വചനത്തിലൂടെയാണ്.
അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ആ വ്യക്തമാക്കി പറയുന്ന കാര്യം. അതുപോലെ നിങ്ങളെ ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന്, ഒറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അതിൽ നിന്ന് അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ആദിമ മനുഷ്യൻ എന്നുള്ളത് ഏറെക്കുറെ മതവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ആദമനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ചെയ്തത്, ആ ആദമന് ഇണയും തുണയുമായി ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അല്ലാത്തിടത്തോളം അത് കഴിയില്ല ജീവിക്കാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ പ്രകൃതി നിയമമാണ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഖുതുബകളുടെ ആദ്യ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഭാഗങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒരു നഫ്സിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. അതിൽ നിന്ന് അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു. ഈ പ്രയോഗം ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരു സൗജ് ഇല്ലാത്ത നിലയിൽ ഒരു മനുഷ്യന്, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, എപ്പോഴും ഒപ്പം ഉണ്ടാകുന്ന ഒരു ഇണയില്ലാത്ത നിലയിൽ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യന് യാതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല, പ്രകൃതിയുടെ തേട്ടത്തിന് വിരുദ്ധമാണ് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, അതിലൂടെ എമ്പാടും പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ഇവിടെ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ നിലനിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് പോലെ വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട, അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെയാണ് മുമ്പേ മനുഷ്യന്മാര് വന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഈ മനുഷ്യ വംശം ഇവിടെ നിലനിൽക്കുമോ? അതുപോലെ തന്നെ ജന്തുക്കൾ തീരുമാനിക്കുകയാണ് ഇനി വേണ്ട പിന്നിലൊന്നും. അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, പ്രകൃതി വിരുദ്ധമാണത്. അതുകൊണ്ട് തീരുമാനിക്കയില്ല. അല്ലെങ്കിൽ പക്ഷികൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സസ്യലതാദികൾ പരാഗണം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക്. ഈ പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടിലേക്ക് ഈ ദാമ്പത്യം വേണ്ട, ദാമ്പത്യ ജീവിതം ആകെ പ്രശ്നമാണ്, വിവാഹവും കുടുംബജീവിതവും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു തലമുറ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചിന്ത, ദാമ്പത്യമാണോ നല്ലത്, ദാമ്പത്യ നിരാസമാണോ ഉചിതം എന്നുള്ള ചിന്ത മനുഷ്യന്റെ ആരംഭകാലം മുതൽക്ക് തന്നെയുണ്ട്. അതില്ലാതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് പക്ഷേ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ലൈംഗിക തൃഷ്ണ അത് അടക്കി വെക്കാനുള്ളതാണ്, അത് അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല, അത് മ്ലേച്ഛമായ കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്താധാരകൾ ഉണ്ടായിരുന്നു. അതുപോലെ മുക്തിക്കും മോക്ഷത്തിനും ദൈവത്തിന്റെ അടുക്കൽ ആത്മീയമായ ഔന്നത്യം നേടിയെടുക്കുന്നതിനും ഹാനികരമാണ് ഈ ലൈംഗികമായ തൃഷ്ണ ഉപയോഗപ്പെടുത്തലും വിവാഹം കഴിക്കലും കുടുംബജീവിതം നയിക്കലും. അതൊക്കെ കൊണ്ട് അത് പാടില്ല എന്ന് തീരുമാനിച്ച തത്വസംഹിതകളുണ്ട്. ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കൂടോടെ വളർന്നു വരുന്ന തലമുറ മൊത്തത്തിൽ ഒന്നുകിൽ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനം, അതല്ലെങ്കിൽ ഒരല്പം വൈകിട്ട് മതി എന്നുള്ള തീരുമാനം. ഈ രണ്ട് തീരുമാനവും മനുഷ്യന്റെ നിലനിൽപ്പിനായി പടച്ചതമ്പുരാൻ നിശ്ചയിച്ച നിശ്ചയത്തിന്, നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെ അറിയാം. അതിലേക്കൊന്നുമല്ല ഞാൻ കടന്നു പോകുന്നത്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സമുദായത്തോട് വാങ്കിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി വല്ലാഹു വാസിഉൻ അലീം. സാധാരണ കല്യാണ ഖുതുബകളിൽ ഏറ്റവും കൂടുതൽ അറബി ഭാഷയിൽ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരായത്താണ്. ഇത് ഓതാത്ത ഒരു കല്യാണ ഖുതുബ ഉണ്ടാകാറില്ല. എന്താണ് ആ പറയുന്നതെന്ന് പലപ്പോഴും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ തന്നെ അറിയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. എന്താണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്? വാങ്കിഹു, നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്ന് അവിവാഹിതരായവരെ, അത് പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളുടെ അടിമകളായ പുരുഷന്മാർ, അടിമകളായ സ്ത്രീകൾ, അവരിൽ നിന്ന് നല്ലവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക.
എന്നിട്ട് ഈ യഖൂലു ഫുഖറാ, അവരൊക്കെ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് അവരെ ഐശ്വര്യവാന്മാരാക്കിക്കൊള്ളും, ധന്യരാക്കിക്കൊള്ളും. അള്ളാഹു വാസിയാണ്, അലീമാണ് എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിക്കുന്നത്. സമൂഹത്തോടാണ് നിർദ്ദേശം, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ സമൂഹത്തില് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്തത്ര ഈ കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിക്കൊണ്ട് തന്നെ പോയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പുരുഷൻ ഒരു കുട്ടി വളർന്ന് വലുതായി അവൻ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ഇണയെ തേടി അവന്റെ മാതാപിതാക്കൾ സഞ്ചരിക്കുന്നു, ആളുകളെ ഏൽപ്പിക്കുന്നു, കണ്ടെത്തുന്നു, വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഒരു പെൺകുട്ടി വളർന്ന് വലുതായാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അതിന്റെ സമയമായി കഴിഞ്ഞാൽ അതിനൊരു ഇണയെ അന്വേഷിച്ച് ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നു, കണ്ടെത്തുന്നു, വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ആ ഒരു മനോഭാവത്തോടൊപ്പം അന്നത്തെ തലമുറ ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു. ഇന്നത്തെ തലമുറയോട് വിവാഹം കഴിക്കുക, ഒരു വിവാഹ ആലോചന നടത്തട്ടെ എന്ന് ചോദിച്ചാൽ നിൽക്കട്ടെ, ഞാനൊന്ന് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്ന യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഒരു പെൺകുട്ടിയെ ആണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കിപ്പോ ഏതായാലും വേണ്ട, കുറച്ചങ്ങോട്ട് കഴിയട്ടെ എന്ന് പറയും. ഇങ്ങനെയായി അവസാനം വിവാഹം കഴിക്കാതെ പോകുന്ന അവസ്ഥാവിശേഷം, വീട്ടിലുള്ള മാതാപിതാക്കൾ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥാവിശേഷം, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്ന് ഏതെങ്കിലും മതിലുകൾ ചാടി പുറത്തേക്ക് പോകുന്ന അവസ്ഥാവിശേഷം വേറൊന്നും നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിലെ ഈ ചിത്രം നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ വിശ്വാസത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും പേരിലാണ് ദാമ്പത്യവും വിവാഹവും ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, ഇന്ന് പുതിയ തലമുറയുടെ ചില കാഴ്ചപ്പാടുകളാണ് ഈ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് സമൂഹത്തോട് പറഞ്ഞത്, ദേ ഇവരെയൊക്കെ വിവാഹം കഴിപ്പിച്ചോളൂ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസബ്ബജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് ഫമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുവ സമൂഹമേ, യുവാക്കളോടാണ് പറയുന്നത്, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് വിവാഹ പ്രായം എത്തിക്കഴിഞ്ഞാൽ, വിവാഹത്തിലുള്ള തന്റെ ഇടമായി കഴിഞ്ഞാൽ, ഫൽയതസബ്ബജ്, കഴിച്ചോളൂ വിവാഹം, ഫഇന്നഹു അഗദ്ദു ലിൽബസർ, അതാണ് നിങ്ങളുടെ കണ്ണുകളുടെ പവിത്രതയ്ക്ക് നല്ലത്, വഅഹ്സനു ലിൽഫർജ്, നിങ്ങളുടെ ലൈംഗിക വിശുദ്ധിക്ക് നല്ലത് അതാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ നോമ്പ് പിടിച്ചോ, ആ നോമ്പ് ഇതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്ന വലിയൊരു തടയാണ്, ഒരു പരിചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് പറയുന്നത്. എന്തുകൊണ്ടാ? ഈ മൂല്യങ്ങൾ, ഈ ധാർമ്മിക മൂല്യങ്ങൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച് ദാമ്പത്യ ജീവിതം നയിച്ച് സമൂഹ സൃഷ്ടിയിൽ ഭാഗവാക്കായി തന്റെ കർത്തവ്യം നിറവേറ്റി പോകുന്ന അവസ്ഥാവിശേഷം മനുഷ്യരിൽ നിലനിൽക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ തലമുറയുടെ നീക്കം. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാരെ നാം നിയോഗിച്ചു, ആ പ്രവാചകന്മാരൊക്കെ ഇണകളും സന്താനങ്ങളുമായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ മാതൃകയാണ് എന്നും മനുഷ്യന് കരണീയമായിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എത്രയോ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത്, ആ മനുഷ്യ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയിട്ടുള്ള ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് എങ്ങനെങ്കിലും അടച്ചു വെക്കാനോ അല്ലെങ്കിൽ അത് കയറൂരി വിടാനോ ഒരു കാരണവശാലും അത് സമ്മതിക്കുന്നില്ല. മറിച്ച് അത് കൃത്യമായ ഒരു കാഴ്ചപ്പാടിലൂടെ നിശ്ചയിക്കപ്പെട്ട രൂപത്തിലൂടെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച് അതിലൂടെ ഉള്ള നിലനിൽപ്പാണ് സമൂഹത്തിൽ വേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് വിവാഹത്തോട് വിമുഖത കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈകിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും പല നിബന്ധനകളും വെക്കുന്നത്. പണ്ടൊക്കെ വിവാഹത്തിന് നിബന്ധനകൾ വെക്കുന്നത് ഇത്ര പണം വേണം, ഇത്ര പണ്ടം വേണം, ഇത്ര സ്വത്ത് വേണം, ഇന്ന കാറ് വേണം. അതൊക്കെ ഇന്നുണ്ടാകാം, ചില സ്ഥലങ്ങളിലെങ്കിലും ഒന്നുണ്ട്, പൂർണ്ണമായി പോയിട്ടൊന്നുമില്ല. അങ്ങനൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചുകൊണ്ട് ഒരു ചെക്കൻ കടന്നു വന്നാൽ, ഒരു പുരുഷൻ കടന്നു വന്നാൽ, ഒരു കുടുംബം കടന്നു വന്നാൽ അവരുടെ മുമ്പിൽ വെക്കുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രയാസം തോന്നുക. ഒന്നാമത്തെ നിബന്ധന, ഞാൻ പ്രസവിക്കൂല, എനിക്ക് പ്രസവിക്കുന്നത് ഇഷ്ടമല്ല. തീർന്നില്ലേ പണി?
എനിക്ക് പ്രസവിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ പ്രസവിക്കൂല, സന്താനങ്ങളെ പോറ്റി വളർത്താൻ ഞാൻ തയ്യാറില്ല, പിന്നെന്തിനാ വിവാഹം? ഇതെന്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്? പരിപാവനമായ ഇസ്ലാമിക സന്ദേശത്തെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്, കൽപ്പനയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഇസ്ലാം നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങളെ, കൽപ്പിച്ച ഇത്തരം കൽപ്പനകളെ രാഘവത്തോടു കൂടി കാണുകയും തള്ളിക്കളയുകയും കൊണ്ട് ജീവിച്ചാൽ ആകെ ജീർണതയായിരിക്കും, തകർന്ന് തരിപ്പണമാകും, കുടുംബബന്ധം ശിഥിലമാകും, സാമൂഹിക ബന്ധം ഇല്ലാതെയാകും. അതുപോലെ തന്നെ വളർന്നു വരുന്ന വയസ്സായ ആളുകളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ വരും, രോഗികളുടെ എണ്ണസംഖ്യ കൂടും, ഇങ്ങനെ എന്തെല്ലാം. അതുപോലെ തന്നെ അനാഥകളായ കുട്ടികൾ, പോറ്റി വളർത്താൻ സംരക്ഷിക്കാൻ ആളില്ലാത്ത നിലയിലുള്ള കുട്ടികളുടെ വർധനവുണ്ടാകും. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിലും, പാശ്ചാത്യൻ രാജ്യങ്ങളിലൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കാനും വ്യക്തമായ കുടുംബജീവിതം നയിക്കാനും ഒക്കെ പ്രചോദനം നൽകി വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ നിന്നുകൊണ്ട് ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിലൂടെ ഈ തലമുറയെ നയിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ലിബറലിസം, അത് എനിക്ക് എന്റെ ഇഷ്ടം, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്സ്, ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇന്ന് ഉള്ളത്. വാപ്പനോടും ഉമ്മനോടും ഒക്കെ പറയാനുള്ള മുദ്രാവാക്യം ഇതാ. എന്താണ് മുദ്രാവാക്യം? മൈ ബോഡി മൈ ചോയ്സ്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്റെ ശരീരം. മൈ ബോഡി മൈ റൈറ്റ്സ്, എന്റെ ശരീരം എന്റെ അവകാശമാണ്. അത് ആർക്ക് കൊടുക്കണം, ആർക്ക് കാഴ്ചവെക്കണം, ആരിലൂടെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇങ്ങനെയുള്ള ചിന്താഗതി, ലിബറലിസം ഇങ്ങനെ കടന്ന് നമ്മളുടെ ചെറുപ്പക്കാരെ ആകെ ആമൂലാഗ്രം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിൽ പോലും ട്രാൻസ്ജെൻഡറിസവും ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന, പ്രേരിപ്പിക്കപ്പെടുന്ന കാലാവസ്ഥ. ഈ അവസ്ഥയിൽ മക്കളെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് മക്കളോട് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിയെങ്കിൽ എന്താണെന്ന് ആലോചിച്ചു നോക്കുക. എന്താണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എങ്ങോട്ടാണ് പോക്ക് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എനിക്ക് പ്രസവിക്കാൻ തയ്യാറില്ല, ഞാൻ പ്രസവിക്കൂല, എങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. പിന്നെ എന്തിനാ വിവാഹം കഴിക്കണേ? ഒന്ന്. രണ്ടാമത് പറയും, ഞാൻ ഒരുപാട് അധ്വാനിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടി, എത്രയോ വർഷങ്ങൾ മിനക്കെട്ട്, ഒരുപാട് പണം മുടക്കിയാണ് ഞാനൊരു ബിരുദമെടുത്തത്. ആ ബിരുദം കൊണ്ടുള്ള ജോലി എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടണം, അത് ഞാൻ തുടരും, അതിൽ നിന്ന് ഞാൻ ഒഴിവാകില്ല. ജോലി ഒഴിവാക്കണം എന്നൊന്നും മതം പറയുന്നില്ല, അത് വേറെ വിഷയം. രണ്ടാമത് പറയുന്ന കാര്യം അതാണ്. പിന്നെ കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പിന്നെ നമ്മൾ രണ്ടും മാത്രം താമസിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുള്ളൂ. എനിക്ക് അങ്ങനെ കുറെ നിബന്ധനകൾ, ഇങ്ങനെ നിബന്ധനകൾ നിരത്തുകയാണ്. ഇനി അതല്ല, മക്കളെ വേണമെന്നുണ്ടെങ്കിൽ ആ മക്കളെ നമുക്കൊരു പണി ചെയ്യാം, ദത്തെടുത്ത് വളർത്താം. അല്ലാതെ ഈ ഒരു പാലൂട്ടി വളർത്താനോ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ ഒന്നും ഞാൻ തയ്യാറില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും നിബന്ധനകൾ വെക്കുകയും വ്യവസ്ഥകൾ മുന്നിൽ വെക്കുകയും ചെയ്യുന്ന ആണും പെണ്ണും എങ്ങനെയാണ് പിന്നെ ഈ സമൂഹത്തിലൂടെ മുന്നോട്ട് പോവുക? നമ്മൾ തിരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അവരതൊക്കെ ഇട്ടെറിഞ്ഞു. എങ്ങനെങ്കിലും നല്ല ജീവിതം നയിച്ച് മക്കൾ വേണം, ജനമുണ്ടാകണം, പിത്തനമുണ്ടാകണം എന്നാഗ്രഹിക്കുമ്പോൾ ഇവിടെ അത് നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുകയാണ് കയ്യിലിത്. നമ്മുടെയൊക്കെ പാഠ്യപദ്ധതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വെച്ചു കൊടുക്കുന്ന ഇത്തരം ചിന്താധാരകൾ, ഇത്തരം കാഴ്ചപ്പാടുകൾ എത്ര അപകടകരമാണെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ ഇങ്ങനെയുള്ള ചിന്തകൾ, ഈ നിബന്ധനകളും ഈ വ്യവസ്ഥകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിവാഹങ്ങൾ, അതല്ല യാതൊരു പരസ്പരമുള്ള യാതൊരു ഉത്തരവാദിത്വവും ബാധ്യതയും ഇല്ലാതെ അങ്ങോട്ട് ജീവിച്ചു പോകാൻ തയ്യാറാണോ? ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ഇതാണ് ലിവിങ് ടുഗദർ എന്നൊക്കെ നമ്മളും നല്ല ഭാഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാം കൃത്യമായി മനുഷ്യനെ അറിയുന്ന, മനുഷ്യനെ പഠിച്ച, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു എന്തിനു വിവാഹം കഴിക്കണം? കേവലം ലൈംഗികമായ തൃഷ്ണയുടെ ശമനം മാത്രമല്ല. ലിതസ്കുനു ഇലൈഹ എന്ന് ഖുർആൻ പറഞ്ഞത് വല്ലാത്ത ഒരു വാക്കാണ്. അള്ളാഹു മനുഷ്യന്റെ വിവാഹം എന്ന് പറയുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞത് എന്താ? ലിതസ്കുനു ഇലൈഹ എന്ന. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളൊറ്റയ്ക്ക് എങ്ങനെ ജീവിച്ചു പോവുക? ഒരാളുടെ കൂടെ ഒരാളും കൂടി വരുമ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മുന്നോട്ടുള്ള പ്രയാണത്തിന് സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്നൊക്കെ പറയുമ്പോൾ മറിച്ചൊന്ന് ചിന്തിക്കണം. വിവാഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരുന്നതാണ്. എങ്ങനെയാണ് ശക്തി? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ വിവാഹം കഴിക്കുന്നതോടുകൂടി രണ്ടാളായി, ആ ശക്തി കയ്യിൽ വന്നു.
ആ രണ്ടാള് വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് എത്ര സന്താനങ്ങൾ ഉണ്ടായാലും ആ സന്താനങ്ങൾ ഒരു ശക്തിയാണ്. ഇതെങ്ങനെ തകർന്നു പോകുന്നത് മനുഷ്യന്റെ ജീവിതം? വെറുതെ യാതൊരു തരത്തിലുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഇല്ലാതെ വളരുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ഇത്തരം വികലമായ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിവാഹം എന്ന പവിത്രമായ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനമായ വിവാഹം എന്ന ഏറ്റവും മഹത്തായ കർമ്മത്തിൽ നിന്ന് മക്കൾ അകന്നു പോകുന്നുണ്ട് എങ്കിൽ, ആ ചിന്തയ്ക്ക് ശക്തി വരുന്നു എങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ യാതൊരു സംശയമില്ല. ഇതിന് പരിഹാരം എന്താ? ആ കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരല് തന്നെയാ പരിഹാരം. വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കാര്യത്തിലേക്ക്, കുടുംബജീവിതം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ കാര്യത്തിലേക്ക് താൻ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി അവൻ ജീവിക്കുമ്പോൾ അവനിലൂടെ വന്നു ഭവിക്കുന്ന ആ സമൂഹത്തിന്റെ ഭദ്രത, കുടുംബങ്ങളുടെ ഭദ്രത, ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ ലൈംഗികമായ അരാജകത്വത്തിൽ നിന്നുള്ള മുക്തി, മോചനം, ഇതൊക്കെ ഇതിന് കാരണമായി വരുന്ന കാര്യങ്ങൾ. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കൂ. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. മനുഷ്യന് ഉപകാരമുള്ളതേ അത് കൽപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യൻ എന്തൊക്കെയാണോ ആവശ്യമില്ലാത്ത അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഈ ലൈംഗികതയെ അടിച്ചമർത്തലും അതുപോലെ തന്നെ ലൈംഗികതയെ കയറൂരി വിടലും രണ്ടും ഒരുപോലെ കാണുകയും അതിന് പകരമായി ഇന്ന മാർഗമാണ് ഏറ്റവും നല്ലതെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ, നമ്മുടെയൊക്കെ മുസ്ലിം നാമധാരികളുടെ കുടുംബങ്ങളിൽ തന്നെ ഇത്തരം ചിന്തകൾ വരികയും വിവാഹത്തിന് ഇഷ്ടമില്ലാതെ അകന്നു നിൽക്കുകയും വിട്ടു നിൽക്കുകയും ആകുമ്പോൾ എന്തെങ്കിലും ചെയ്തു കൊള്ളാം, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയും ചെയ്യുമ്പോൾ മക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ വാങ്ക്യഹുൽ അയാമാമിങ്കും എന്ന ആദ്യത്തെ കൽപ്പന മാതാപിതാക്കളോടാണ്. അത് കഴിഞ്ഞാണ് സമൂഹം മൊത്തത്തിൽ എല്ലാവരോടുമാണ് പറഞ്ഞതെന്നാഹു. അവിവാഹിതരായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞത് ആദ്യത്തെ ഉത്തരവാദിത്വം ഉമ്മയോടും ഉപ്പയോടുമാണ്. അതുമല്ല, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. സ്വന്തം ചോരയിൽ നിന്ന് പിറന്ന ഒരു കുഞ്ഞ് ഉപ്പ, ഉമ്മ, അമ്മേ, അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ടാവുമല്ലോ. ആ നിർവൃതി ഈ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവൂല. ഈ പറഞ്ഞ എന്റെ ചോയ്സ്, എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞില്ലേ, മൈ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊന്നും ഈ പറയുന്ന നിർവൃതി കിട്ടൂല. അതുപോലെ തന്നെ തന്റെ ചോരയിൽ നിന്ന് പിറന്ന കുഞ്ഞ് വളർന്ന് വലുതായി വിദ്യാസമ്പന്നനായി ഉയരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കൺകുളിർമയോടുകൂടി ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. വിശുദ്ധ ഖുർആന്റെ ആ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, പരലോകത്തിൽ ലഭ്യമാകുന്ന നിലയിലാണ് ഇസ്ലാം ഈ കാഴ്ചപ്പാടിനെ മാനവരാശിയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഏതർത്ഥത്തിലും ഈ ഖുർആനിന്റെ അനുയായികൾ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ ചിന്താഗതികൾക്കെതിരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതുകയും സമുദ്ധരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അവബോധം നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടും പോകേണ്ട ഒരു ദുസ്ഥിതിയിലേക്ക് മോനെ മോളെ വിവാഹം കഴിച്ച് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഒരു തിരിഞ്ഞുപോക്ക് ആവശ്യമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഈ വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ, പ്രവാചകന്മാരാണ് മാതൃക. എപ്പോഴും അവരാണ് മനുഷ്യന് മാതൃക. അവർ വിവാഹം കഴിച്ചു, അവര് സന്താനങ്ങളുമായി ജീവിച്ചു. അതിലേറ്റവും വലിയ മാതൃക അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ കരണീയമായ മാതൃകയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് എന്ന് തീർത്തും ഈ കാര്യം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ എല്ലാ നിർദ്ദേശങ്ങളും യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗങ്ങളിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സർവ്വ തൗഫീഖും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഈ വിവാഹത്തിലും കുടുംബ ബന്ധത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും ഒക്കെ കിട്ടുന്ന ഈ മേന്മ കേവലം ഈ ദുനിയാവിൽ മാത്രം അവസാനിക്കുന്ന നിലയിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസികൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. മരണാനന്തര ജീവിതത്തിലും ഈ ഇണകളും ഈ സന്താനങ്ങളും ഈ കുടുംബനാഥനും അവരുടെ പിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യം. കുറെ സ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജന്നാത്തു അദിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എന്താ പറഞ്ഞ വാക്ക്? അതിനു മുമ്പ് പറഞ്ഞത് അള്ളാഹുവോടുള്ള കരാറ് പാലിക്കുന്നവരാണ്, കരാറ് ലംഘിക്കാത്തവരാണ്, അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നവരാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ചീത്ത വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നവരാണ്, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്, അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുന്നവരാണ്, അതുപോലെ തന്നെ തിന്മയെ നന്മ കൊണ്ട് തടയുന്നവരാണ്. ഇങ്ങനെ കുറെ സ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് സൂറത്തുർ റഅദിലെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം പറയാൻ ഇവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന്, അവരുടെ ഇണകളിൽ നിന്ന്, അവരുടെ സന്താനങ്ങളിൽ നിന്ന് ഈ നന്നായി ജീവിച്ചവരാരോ അവർക്കും അവിടെ എത്താൻ കഴിയും. ഇപ്പൊ കുടുംബസമേതം, ഇവിടെ കുടുംബസമേതം ജീവിച്ചെങ്ങനെ പോകുന്നുവോ ആ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ കഴിയും. നല്ല കുടുംബജീവിതം നയിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടുത്തെ ജീവിതത്തോടു കൂടി അവസാനിക്കുന്നില്ല. തന്നെയുമല്ല, സൂറത്ത് ഫാത്തിറിൽ, സൂറത്ത് വാഫിറിൽ അള്ളാഹു സൂറത്ത് മുഅ്മിൻ എന്നും വാഫിർ എന്നും പേരുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. റബ്ബന, ആ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ നാഥ, വഅദ്ഖിൽഹും, ഇവരെ നീ പ്രവേശിപ്പിക്കണമേ. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലത്തി വഅദ്തഹും, അവർക്ക് നീ കരാർ ചെയ്ത ഈ സ്വർഗങ്ങളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, പിതാക്കന്മാര്, മക്കള്, ഇണകള്, അതിൽ നിന്ന് ഈ മാർഗം പിൻപറ്റി ജീവിച്ചവർക്കും അവർക്കും നീ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന. ഇപ്പൊ കുടുംബം, ഇണ, ആ മക്കൾ, ഇതൊക്കെ ഉള്ള ഒരുമിച്ചുള്ള ആ ജീവിതം, ആ ജീവിതത്തിന് നൽകുന്ന പ്രാധാന്യം, ആ കുടുംബം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന അവസ്ഥ, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ എനിക്ക് വിവാഹം വേണ്ട, മക്കള് വേണ്ട, അതിപ്പോ ആവശ്യമില്ല, അതൊക്കെ എന്റെ റൈറ്റിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഇഹലോകവുമില്ല പരലോകവുമില്ല, നഅൂദുബില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള തലതിരിഞ്ഞ പോക്കിനിടയിൽ മനുഷ്യർക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് കൃത്യമായ അവബോധം നൽകുന്ന സംവിധാനങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ മക്കൾ പ്രൊഫഷണൽ മേഖലകളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. ഒരുപാട് പേര് ഡോക്ടർമാരാകാനും എഞ്ചിനീയർമാരാകാനും മറ്റു പല മേഖലകളിലേക്കും. ആ കടന്നു പോകുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ടി വലകൾ വിരിച്ച് കാത്തിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെയുള്ള വികലമായ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും. അവരെ നമുക്ക് നേരെ വഴിയിലേക്ക് നയിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. ആ ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്, ഉത്തരവാദപ്പെട്ട സമൂഹത്തിനുണ്ട്, പ്രൊഫഷണൽ രംഗത്തുള്ളവരും എല്ലാ രംഗത്തുള്ളവരെയും പ്രത്യേകിച്ച്. ഒരു +2 തലത്തിലെത്തുന്ന കുട്ടികൾ വരെ ഇന്ന് ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം അവർ പഠിക്കുന്നതും അവർ കാണുന്നതും അവർ കേൾക്കുന്നതും അവർ അനുഭവിക്കുന്നതും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്.
അതില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ള ചിന്തയിലേക്ക് അവർ പോവുകയാണ്. ഇവർക്കൊക്കെ ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർ അവരവരുടേതായ രൂപത്തിലുള്ള സേവനങ്ങൾ അതിന് ചെയ്യണം. ഈ രംഗത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് ആ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കുമ്പോൾ പങ്കെടുക്കുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് നന്നായി അവർ ഓരോ മേഖലകളിൽ ഡോക്ടറായി ഇരിക്കുമ്പോഴും എഞ്ചിനീയർ ആയിരിക്കുമ്പോഴും ഒക്കെ അവർ ആ മേഖലയിൽ അങ്ങേയറ്റം ധാർമ്മികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന, മതപ്രബോധന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന, ദഅ്വാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പലരെയും നമുക്ക് ആ രംഗത്ത് വന്നവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സംവിധാനം എല്ലാ വർഷവും നടക്കുന്നു. ഈ വർഷം ഇൻഷാ അല്ലാഹ് ഡിസംബർ 13, 14, 15 തീയതികളിൽ കുറ്റിപ്പുറത്ത് വെച്ചാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഈ സംഗമം നടക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ ഈ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി എന്നുള്ള നിലയിൽ ആ മേഖലയിലുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഈ ദിവസങ്ങളിലെ പരിപാടികളിൽ അവരെ എത്തിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അവർക്കൊരു ചെറിയ സ്ഫുലിംഗം ദീനിന്റെ അവബോധത്തിന്റെ, പരലോകത്തിന്റെ, ബാധ്യതകളുടെ, ഉത്തരവാദിത്വങ്ങളുടെ, കർമ്മ നൈരന്തര്യത്തിന്റെ, പ്രബോധനത്തിന്റെ അങ്ങനെയുള്ള ചെറിയൊരു സ്ഫുലിംഗം അവർക്ക് അവരുടെ മനസ്സിൽ കിട്ടിയാൽ അത് വളർന്നു വലുതാകും. പിന്നെ ഒരുപാട് നമ്മൾ മെനക്കെട്ടുകൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ മതബോധം ശരിയാമണ്ണം മക്കൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുക. ഇതൊക്കെ മുതിർന്ന നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ബാധ്യതകളാണ്. ഇക്കാര്യം കൂടി ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും അവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുവാനും മരിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളുടെ കളക്ഷന്റെ ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിലയിൽ കളക്ഷന്റെ ദിവസമാണ്. ആ കളക്ഷൻ നമ്മൾ സാധാരണ നടത്തുന്ന കളക്ഷനോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവരുടെ ഭക്ഷണത്തിനും അവരുടെ മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള കളക്ഷൻ കൂടി ഉണ്ടാകും. കഴിവിന്റെ പരമാവധി എല്ലാവരും ഈ രണ്ട് കാര്യത്തിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ പിൻതലമുറയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വികലമായ ചിന്താഗതികളിൽ നിന്ന് അവരുടെ മനസ്സിനെ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. അത്തരം ചിന്താഗതികൾ ആരുടെയെങ്കിലും മനസ്സുകളിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു അത് ദൂരീകരിക്കുകയും വസ്തുത മനസ്സിലാക്കി നന്മയെ ജീവിതത്തിൽ പകർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷന് വിധേയനാകുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയെ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ് ഇവിടെ. നമ്മുടെ ഒമാൻ അഷ്റഫ് സാഹിബ് എന്ന് പറയും. അദ്ദേഹത്തെ മിക്കവാറും എല്ലാവർക്കും അറിയാം. ദീനീ രംഗത്തും അതുപോലെ തന്നെ ധർമ്മം ചെയ്യുന്ന രംഗത്തും പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിലും അത് നടത്തുന്നതിലും ഒക്കെ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം നാളെ ആസ്റ്ററിൽ ഒരു ഓപ്പറേഷന് വിധേയരാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹ്ഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കാലം ഈ ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഓപ്പറേഷന് വിധേയരാകുന്ന ICUകളിൽ കഴിയുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങളെ അകറ്റി കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.